പ്രണയസാഫല്യം. രചന ആസിയ പൊന്നൂസ്. അവതരണം സാലിം കരുളായി. അവളുടെ നിശബ്ദത നീരജയെ ചൊടിപ്പിച്ചു. ദേഷ്യം വന്നവർ കൈ നീട്ടി അവളെ അടിച്ചു. അവൾ ഞെട്ടിപ്പോയി. കവളിൽ കൈയും വെച്ചവൾ തറഞ്ഞു നിന്നുപോയി. അമ്മേ, മിണ്ടരുത് നീ. നീരജ ചുണ്ടിന്മേൽ വിരൽ വെച്ച് ഒച്ചയെടുത്തു. പ്രണയം തോന്നുന്നത് തെറ്റല്ല മീരെ. അയാൾക്ക് മറ്റൊരു പ്രണയമുണ്ടെന്നും അവർ പരസ്പരം സ്നേഹിക്കുന്നെന്നും മനസ്സിലാക്കുമ്പോഴെങ്കിലും സ്വയം പിന്തിരിയണം. അതാ അന്തസ്സുള്ളവർ ചെയ്യുക. നിന്റെ ഈ പ്രേമം എന്നോ നരേട്ടൻ എന്നോട് പറഞ്ഞതാ. അന്ന് ഞാൻ ഇടപെടാതെ മാറി നിന്നത് നീ ആന്തസ് കാണിച്ച് മാറി നിന്നത് കൊണ്ടാ. എന്നിട്ട് അവൾ ഇപ്പൊ ഭർത്താവിനെയും കളഞ്ഞ് ഇങ്ങോട്ട് വന്നേക്കുന്നു. നീ എന്താ മേരെ കരുതിയേ? നീ ചെയ്ത് കൂട്ടിയതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ലെന്നാണോ? സ്ത്രീയെ കിട്ടാനും അവരെ പിരിക്കാനും വേണ്ടി നീ ഒരു ഗർഭനാടകം കളിച്ചതൊക്കെ ഞാൻ അറിഞ്ഞതാ. പക്ഷേ ഈ മനുഷ്യൻ അതൊക്കെ ഉള്ളിലൊതുക്കി. സ്ത്രീ അത് എന്നോട് വന്ന് പറഞ്ഞപ്പോ എന്നെ തോലി ഉരിഞ്ഞുപോയി. നീ എന്റെ മോൾ തന്നെയാണോടി? ഛേ! നീരജ അറപ്പോടെ മുഖം തിരിച്ചു. എന്നാൽ ആ വാക്കുകളിൽ ഞെട്ടി നിൽക്കുകയായിരുന്നു മീര. ഇതൊക്കെ കേട്ടുകൊണ്ട് നിളയും ശ്രീയും അവിടേക്ക് വരുന്നതും അവൾ കണ്ടു. സ്ത്രീയുടെ മുഖത്ത് എപ്പോഴും ഉള്ളതുപോലെ തന്നെ വെറുപ്പാണ്. അമ്മയുടെ വാക്കുകളും സ്ത്രീയുടെ വെറുപ്പും എല്ലാം കൂടി അവൾക്ക് തല ചുറ്റുന്നതുപോലെ തോന്നി. ഒന്നും മനസ്സിലാവുന്നില്ല. നരേട്ടൻ പറഞ്ഞത് കൊണ്ട് മാത്രം ഞാൻ മിണ്ടാതെ സഹിച്ച് ക്ഷമിച്ചു നിന്നത്. നിനക്ക് നല്ലൊരു ജീവിതം ഉണ്ടായി കാണാൻ എന്നേക്കാൾ ആഗ്രഹിച്ചത് ആ മനുഷ്യനാണ്. അതുകൊണ്ട് ആ കൊമ്പത്തുള്ള ബന്ധം തന്നെ നിനക്ക് വേണ്ടി അദ്ദേഹം കണ്ടുപിടിച്ചത്. അതിനെ സമ്മതിച്ചപ്പോ ഞാനും ആശ്വസിച്ചു. നിനക്ക് നല്ല ബുദ്ധി തോന്നിയല്ലോ എന്ന്. ഇനിയെങ്കിലും നന്നായി ജീവിക്കുമല്ലോ എന്ന്. അപ്പോഴും നരേട്ടൻ നിന്നെ ഓർത്ത് പേടിയായിരുന്നു. കെട്ടുകഴിഞ്ഞ് പിറ്റേന്ന് തന്നെ അവള് ബന്ധം പിരിഞ്ഞ് വന്നേക്കുന്നു. നീരജ ചീറി. മീരയ്ക്ക് തലകറങ്ങും പോലെ തോന്നി. അവസാനത്തെ പിടിവള്ളിയായിരുന്ന അമ്മ അതും ഇല്ലാതായെന്ന് വേദനയോടെ അവൾ ഓർത്തു. അച്ഛൻ കീ കൊടുത്ത് വിട്ടൊരു പാവം മാത്രമാണ് അമ്മയെന്ന് തോന്നിപ്പോയി അവൾക്ക്. അയാളോടുള്ള സ്നേഹത്തിൽ അവർ അന്ധയായിരിക്കുന്നു. തൻ്റെ ഭാഗം പോലും കേൾക്കാൻ കൂട്ടാക്കുന്നില്ല. താൻ പോലും അറിയാതെ പലതും ഇവിടെ നടക്കുന്നുണ്ടെന്ന് അന്നേരമാണ് അവൾ തിരിച്ചറിഞ്ഞത്. സ്ത്രീയെ തന്നിൽ നിന്നും അകറ്റിയതും ശത്രുത ഉണ്ടാക്കിയതും അവർ തന്നെയാണെന്ന് അവൾ മനസ്സിൽ ഉറപ്പിച്ചു. ആ പയ്യന്റെ ജീവിതം നശിപ്പിച്ചിട്ട് നിനക്ക് എന്ത് കിട്ടാനാ? ഇനിതാ ഇവളുടെ ജീവിതം കൂടി തകർക്കണോ നിനക്ക്? നീരജ ആക്രോശിച്ചു. തകർന്ന മനസ്സുമായി ഒരക്ഷരം ഉരിയാടാതെ മീര അവർക്ക് മുന്നിൽ നിന്നു. നീ ഇത്രയൊക്കെ കാണിച്ചു കൂട്ടിയിട്ടും ഇവളേക്കാൾ ഞാൻ നിന്നെയാ സ്നേഹിച്ചത്. നിന്റെ ജീവിതം നന്നായി കാണുന്നു പ്രാർത്ഥിച്ചത്. പക്ഷെ നീ നന്നാവില്ല. ആരെയും ജീവിക്കാനും നീ വിടില്ല. ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നു. നിന്നെ ലാളിച്ച് വഷളാക്കിയത് ഈ ഞാനാ. തെറ്റുപറ്റിയത് എനിക്കാ. ആ തെറ്റ് ഞാൻ തിരുത്തിക്കോളാം. നീ കാരണം 3 ജീവിതങ്ങൾ ഇല്ലാണ്ടാവാതെ നോക്കേണ്ടത് എന്റെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് ഞാൻ ഇപ്പൊ ഒരു തീരുമാനം എടുക്കുകയാണ്. നീരജ നിറഞ്ഞ കണ്ണുകൾ അമർത്തി തുടച്ച് ദേഷ്യത്തിൽ അവളെ നോക്കി. നിളയുടെയും അച്ഛന്റെയും മുഖത്ത് പരിഹാസം നിറഞ്ഞു. സ്ത്രീയുടെ ഭാവം എന്താണെന്ന് പോലും വേർതിരിച്ചറിയാൻ കഴിയുന്നില്ല. ഈ നിമിഷം ഇവിടുന്ന് ഇറങ്ങിക്കോ നീ. ഹരിയുടെ ഒപ്പമല്ലാതെ ഇനി നീ ഈ വീടിന്റെ പടി ചവിട്ടിയേക്കരുത്. അതല്ല ഹരിയുമായുള്ള ബന്ധം ഉപേക്ഷിക്കാനാണെങ്കിൽ തങ്ങ വേറെ സ്ഥലം നോക്കിക്കോ. നീരജ തീർത്തു പറഞ്ഞു. മീര ഞെട്ടിപ്പോയി. അങ്ങനെ ഒരു തീരുമാനം അവളോട്ട് പ്രതീക്ഷിച്ചിരുന്നില്ല. നിനക്ക് വേണ്ടി ഉരുകി ഉരുകി തീരാൻ ഇനി ഞാനില്ല. എനിക്കിനി ഇവളുടെ ജീവിതം നോക്കിയേ പറ്റൂ. ദയവ് ചെയ്ത് എന്റെ കുഞ്ഞിന്റെ ജീവിതം തകർക്കാൻ ഇങ്ങോട്ട് വരരുത്. അത് പറയുമ്പോൾ നീരജ തേങ്ങിപ്പോയി. മീരയുടെ കണ്ണുകൾ നിറഞ്ഞു. വടിതെറ്റിയ ഒരു കുട്ടിയെ പോലെ അവളവിടെ പകച്ചു നിന്നു. ഇനി എന്ത് ചെയ്യണം, എങ്ങോട്ട് പോകണം എന്നൊന്നും അറിയാതെ അവളുടെ നെഞ്ചു നീറി നിൽക്കുമ്പോൾ അവളെ മനസ്സിലാക്കാനോ ചേർത്ത് പിടിക്കാനോ ആരും ഉണ്ടായിരുന്നില്ല. എന്റെ കൺമുന്നിൽ നിൽക്കാതെ പോവാനല്ലേ നിന്നോട് പറഞ്ഞത്? നീരജ അവളെ പിന്നിലേക്ക് തള്ളി. മീര വേച്ചു പോയി. ശരീരവും മനസ്സും ഒരുപോലെ തളർന്നു. എന്തൊക്കെയോ ആരോപണങ്ങൾ. എന്താണെന്ന് പോലും മനസ്സിലാവുന്നില്ല. ഇതുവരെ താൻ ജീവിച്ചു തീർത്ത ജീവിതത്തിൽ യാതൊരു അർത്ഥവും ഇല്ലാതായിരിക്കുന്നു. തന്നെ നോക്കി കരഞ്ഞുകൊണ്ട് അകത്തേക്ക് ഓടിയ അമ്മയെ നോക്കി തകർന്ന മനസ്സുമായി അവൾ നിന്നപ്പോൾ നിള വിജയിച്ചവളെ പോലെ സ്ത്രീയുടെ കയ്യും പിടിച്ച് മുറിയിലേക്ക് പോയി. നരേന്ദ്രൻ ക്രൂരമായി ചിരിച്ചുകൊണ്ട് അവളുടെ മുന്നിൽ വന്നു നിന്നു. ചിരിയോടെ അവളെ നോക്കി. ഇതൊന്നും നിനക്കുള്ള ശിക്ഷയല്ല, നിന്റെ തന്ത മഹാദേവനുള്ള ശിക്ഷയാ. ഇനിയെങ്കിലും എനിക്ക് സ്വയം ഒന്ന് ജയിക്കണം. നിന്റെ ഓരോ കണ്ണുനീരിലും ഞാൻ കാണുന്നത് അവന്റെ തോൽവിയാണ്, മഹാദേവന്റെ തോൽവി. നരേന്ദ്രൻ അത് പറയുമ്പോൾ അവളുടെ ഉള്ളിൽ പതിഞ്ഞത് ഒന്ന് മാത്രമായിരുന്നു, മഹാദേവൻ എന്ന പേര്. ഇനി എന്തിനാ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നേ? നിന്റെ അമ്മ ഇറങ്ങിപ്പോകാൻ പറഞ്ഞ നീ കേട്ടില്ലേ? അയാൾ ഗൗരവത്തോടെ ചോദിച്ചു. മീര ചലനമില്ലാത്തവളെ പോലെ നിന്നു. ആരും തന്നെ കുറിച്ച് ചിന്തിക്കുന്നില്ല. ഇയാൾക്ക് ഇയാളുടെ പ്രതികാരം, താലി കെട്ടവനയാളുടെ സ്വാർത്ഥത, അമ്മക്ക് അമ്മയുടെ ശരി. ഇതിനിടയിൽ ബലിയാടായത് താനും. ആരും താനെന്ന വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. അമ്മയെ ഓർത്തപ്പോഴാണ് അവൾക്ക് കൂടുതൽ സങ്കടം തോന്നിയത്. കാരണം തന്നെ ആത്മാർത്ഥമായി അവളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് അമ്മ മാത്രമാണ്. പക്ഷേ ഇന്ന് ആ അമ്മ പോലും മനസ്സിലാക്കുന്നില്ല തന്നെ. ഭർത്താവിന്റെ സ്നേഹത്തിൽ അയാളോടുള്ള വിശ്വാസത്തിൽ അവൾ തീർത്തും ഒരു അന്ധയായി തീർന്നിരിക്കുന്നു. അവളുടെ പക്ഷം കേൾക്കാനോ സത്യം തിരിച്ചറിയാനോ അവർ മെനക്കെട്ടില്ല എന്നത് അവൾ വല്ലാതെ തളർത്തി. വേഗം ഇറങ്ങാൻ നോക്ക്. ഇനി ഒരിക്കലും നിന്നെ ഇങ്ങോട്ട് വരുത്താതിരിക്കാൻ വേണ്ടതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്.
കോണ്ടാക്ട് അവസാനിക്കുമ്പോ അവൻ തരുന്ന ചില്ലറയും വാങ്ങി വേറെ സ്ഥലം നോക്കിക്കോണം. ഇവിടേക്ക് വന്നേക്കരുത്. ഈ വീട് എന്റെ നിലക്കുള്ളതാ. വൈകാതെ അവളുടെ പേർക്ക് മാറ്റുകയും ചെയ്യും. അവകാശം പറഞ്ഞ് വന്നേക്കരുത് എന്നൊരു ധ്വനി ആ താക്കീതിലുണ്ടായിരുന്നു. എങ്കിലും മറുപടി ഒന്നും പറയാൻ അവൾ നിന്നില്ല. അത്രയും പറഞ്ഞ് നരേന്ദ്രൻ അകത്തേക്ക് പോകുമ്പോൾ അയാളുടെ മനസ്സ് നിറഞ്ഞിരുന്നു. വർഷങ്ങളായി ഉള്ളിൽ കൊണ്ട് നടന്ന ഭാരം ഇറക്കി വെച്ചതുപോലൊരു സുഖം തോന്നി. നീരജയുടെ പ്രണയവും ശരീരവും ആദ്യം കവർന്നെടുത്ത മഹാദേവനോട് അയാൾക്കടങ്ങാത്ത വിദ്വേഷമാണ് ഉണ്ടായിരുന്നത്. മഹാദേവന്റെ ചോരയായ മീരയോടും ആ വെറുപ്പ് അയാൾക്കുണ്ടായിരുന്നു. എന്നാൽ നീരജയോടുള്ള മോഹവും അവളോടുള്ള അടങ്ങാത്ത പ്രണയവും ഒന്നുകൊണ്ട് മാത്രം ആ വെറുപ്പ് ഉള്ളിലടക്കി വെച്ചു. നീരജയെ സ്വന്തമാക്കാനും അവളുടെ ഇഷ്ടം പിടിച്ചു പറ്റാനും വേണ്ടി മീരയെ മകളായി സ്നേഹിക്കുന്നത് പോലെ അഭിനയിച്ചു. നീരജ അയാൾക്കൊരു ഭ്രാന്തായിരുന്നു. അതുകൊണ്ട് അവളുടെ ഇഷ്ടമില്ലാതാക്കുന്ന ഒരു പ്രവൃത്തിയും നരേന്ദ്രന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. ഇക്കാലം അത്രയും ദേഷ്യവും വെറുപ്പും ഉള്ളിൽ കൊണ്ടു നടന്ന അയാൾക്ക് ഹരിയുടെ പ്രപ്പോസൽ മീരയോടുള്ള വലിയ പ്രതികാരമായിരുന്നു. അയാൾ അകത്തേക്ക് പോയതും മീര കണ്ണുകൾ അമർത്തി തുടച്ചു. അവസാനമായി ശ്രീയോടൊന്ന് സംസാരിക്കണമെന്ന് അവൾക്ക് തോന്നി. അവൻ തന്നെ തെറ്റിദ്ധരിച്ചതാണ്. ഒന്നും തിരിച്ചു പിടിക്കാൻ വേണ്ടിയല്ലെങ്കിലും ഒരു വട്ടം സംസാരിക്കണം അവൾക്ക് തോന്നി. കണ്ണും മുഖവും തുടച്ചവൾ നിലയുടെ മുറിക്ക് നേരെ നടന്നു. ഡോറ് തുറന്ന് കിടക്കുന്നുണ്ട്. തൊട്ടുമുന്നിൽ പരസ്പരം മെഴുകിച്ചേർന്ന് പരിസരം മറന്ന് ചുംബിക്കുന്നവരെ കണ്ട് ആരോ പിടിച്ചു വെച്ചതുപോലെ നിന്നു. നിളമീരയ്ക്ക് പുറംതിരിഞ്ഞാണ് നിൽക്കുന്നത്. അവളുടെ ചുണ്ടിൽ നിന്നും ശ്രീയുടെ ചുണ്ടുകൾ അതിവേഗം കഴുത്തിലേക്കും പിൻകഴുത്തിലേക്കും ചലിച്ചു. ഒരു നിഴലിളക്കം തോന്നിയപ്പോഴാണ് ശ്രീ കണ്ണുകളെത്തി നേരെ നോക്കിയത്. അതേസമയത്താണ് മീര അവരെ കാണുന്നതും ഞെട്ടി നിൽക്കുന്നതും. മീരയെ കണ്ടും ശ്രീ പെട്ടെന്ന് നിലയെ വിട്ടുമാറി നിന്നു. എപ്പോഴത്തെയും പോലെ ആ മുഖത്ത് വെറുപ്പ് നിറഞ്ഞു. കണ്ട കാഴ്ചയിൽ മീര കണ്ണും മനസ്സും നേറി നിന്നു. അവളുടെ ഭർത്താവാണ്, പക്ഷെ കാണുമ്പോൾ അംഗീകരിക്കാൻ കഴിയുന്നില്ല. മാനേഴ്സില്ലാത്ത ബ്ലഡി. അവൻ ചുണ്ടിനടിയിലിട്ട് എന്തോ ഒരു ഇംഗ്ലീഷ് വാചകം പെറുപെറുത്തുകൊണ്ട് ഡോറിന് നേരെ വന്നു. ശ്രീ. അവളെന്തോ പറയാൻ വന്നതും അതൊന്നും കേൾക്കാതെ അവൻ ആ വാതിൽ അവൾക്ക് മുന്നിൽ കൊട്ടിയടച്ചു. മുഖത്തടിച്ചതുപോലെയായിരുന്നു അവൻ്റെ ആ പ്രവൃത്തി. ഇനിയൊന്നും ചെയ്യാനില്ലാത്തതുപോലെ അവൾ അവിടുന്ന് തിരിഞ്ഞു നടന്നപ്പോ തൊട്ടുമുന്നിൽ നീരജ. നീ നന്നാവിലടി, ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഇപ്പോഴും ചേ. നിരയുടെ മുറിയിലേക്ക് നോക്കി അറപ്പോടെ നീരജ പറഞ്ഞു. എതിർക്കാനോ ന്യായീകരിക്കാനോ അവൾ നിന്നില്ല. ഫലമുണ്ടാവില്ലെന്ന് അവൾക്ക് അറിയാമായിരുന്നു. എങ്ങനെ വളർത്തിയതാണ് ഞാൻ നിന്നെ? അനിയത്തിയുടെ ഭർത്താവിനെ മോഹിക്കാൻ മാത്രം നീ എന്നാണ് ഇത്രയും മതപ്പതിച്ച് പോയത്? അവൾ ചീറി. മീരൊന്നും മിണ്ടിയില്ല. നീരു, നീ സമാധാനിക്ക്. അവൾ കുഞ്ഞല്ലേ. ഇതൊക്കെ ഈ പ്രായത്തിൻ്റെയാ. നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാടോ. നരേന്ദ്രൻ വന്ന് അവരെ സമാധാനിപ്പിച്ചു. മീര അയാളെ തുറിച്ചൊന്ന് നോക്കി. കുഞ്ഞോ? ഇവളോ? ഇവളേക്കാൾ ചെറുതാ ആ അകത്തിരിക്കുന്നത്. അവൾക്കില്ലാത്ത പ്രായത്തിന്റെ എന്ത് നെകളിപ്പാ ഇവൾക്കുള്ളത്? നീരജ നിന്ന് വിറച്ചു. മീര ഒന്നും മിണ്ടിയില്ല. താനൊന്ന് സമാധാനിക്കടോ. നമുക്ക് ആലോചിച്ചു വേണ്ടത് ചെയ്യാം, നരേന്ദ്രൻ പറഞ്ഞു. ചെയ്യേണ്ടത് എന്താന്ന് എനിക്കറിയാം. അത്രയും പറഞ്ഞുകൊണ്ട് നീരജ് അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ച് പുറത്തേക്ക് കൊണ്ടുപോയി തള്ളി. ഇത്രയും കാലം അവളേക്കുള്ള പ്രാധാന്യം ഞാൻ നിനക്ക് തന്നു. ഇനി നിനക്ക് വേണ്ടി അവളുടെ ജീവിതം കണ്ടില്ലെന്ന് വെക്കാൻ എനിക്ക് പറ്റില്ല. എനിക്ക് അവളുടെ ജീവിതം നോക്കണം. ഇനി നീ ഇവിടെ ഉണ്ടായ എന്റെ മോളുടെ ജീവിതം കൂടി നീ നശിപ്പിക്കും. നീരജ വിതുമ്പിക്കൊണ്ട് ചീറി. കരച്ചിലാണോ ദേഷ്യമാണോ ഏതാണെന്ന് അറിയാത്തൊരു ഭാവം. അപ്പൊ ഞാൻ നിങ്ങളുടെ ആരാ? ഇടറിയ സ്വരത്തിൽ അവൾ തിരക്കുമ്പോ നീരജ മറുപടി ഒന്നും പറഞ്ഞില്ല. നീരു, നീ എന്തേ ഈ കാണിക്കുന്നേ? ഒന്നുകൂടി ആലോചിച്ചിട്ട്. നരേന്ദ്രൻ ഇടയ്ക്ക് കയറി. ഇല്ല നരേട്ട, ഇനിയൊന്നും ആലോചിക്കാനില്ല. ഇതാണ് ശരി. ഇനിയെങ്കിലും നല്ല ബുദ്ധി വരുമെങ്കിൽ വരട്ടെ. അവളെ നോക്കി പറഞ്ഞുകൊണ്ട് നീരജ അയാളുടെ കൈ പിടിച്ച് അകത്തേക്ക് കയറി ഡോറ് വലിച്ചടിച്ചു. മീരയ്ക്ക് എല്ലാം കൂടി മനസ്സ് കൈവിട്ടു പോകുന്നത് പോലെ തോന്നി. അമ്മ ക്ഷാപിക്കും മുന്നേ തിരിഞ്ഞു നടക്കാൻ അവളുടെ മനസ്സ് പറഞ്ഞു. ഒരിക്കൽ കൂടി ആ വീടിനെ നോക്കി അവിടുന്ന് ഇറങ്ങുമ്പോൾ ഇനി എന്ത് എന്നൊരു ചോദ്യം അവളെ അലട്ടി. ഒരുപാട് ചിന്തകൾ മനസ്സിലും മതിച്ചെങ്കിലും ഒരിക്കൽ പോലും ആ ചിന്തകൾ ഹരിയുടെ വീടിനെ ഓർമ്മിപ്പിച്ചില്ല. തലചായ്ക്കാൻ ഒരിടം ഇല്ലാതായിട്ട് കൂടി അവിടേക്ക് പോകണമെന്ന് അവൾക്ക് തോന്നിയില്ല. പക്ഷേ അവിടെയും അവളുടെ സമാധാനം നഷ്ടപ്പെടുകയായിരുന്നു. കയറി ചെല്ലാൻ ഒരിടമല്ല, സ്വന്തമായി ജോലിയില്ല, സ്വന്തമായി ഒന്നും ആരുമില്ല. ഹരിയുടെ എഗ്രിമെന്റും ആ വീഡിയോയും അവളെ ഭ്രാന്ത് പിടിപ്പിച്ചു. ഹരിയുടെയും നരേന്ദ്രന്റെയും നീരജയുടെയും വാക്കുകൾ വീണ്ടും വീണ്ടും മനസ്സിലേക്ക് കടന്നു വന്നു. എങ്ങോട്ടെങ്കിലും ഓടിപ്പോയാലോ എന്ന് അവൾ ചിന്തിച്ചു. എവിടെ പോയി ഒളിച്ചാലും ആ എഗ്രിമെന്റും വീഡിയോയും തന്നെ പിന്തുടരുമെന്ന സത്യം അവൾ അസ്വസ്ഥത കളഞ്ഞു. പോലീസിന്റെ സഹായം തേടിയാലെന്ന് അവൾ ഓർത്തെങ്കിലും ഹരിയുടെ സ്വാധീനം അതിന് മുകളിലാണെങ്കിൽ അത് കൂടുതൽ കുരുക്കുണ്ടാക്കാനെന്ന് അവൾ തളർത്തി. ഒടുവിൽ മുന്നിലുള്ള വാതിലുകളെല്ലാം അടഞ്ഞെന്ന് അവൾ തിരിച്ചറിഞ്ഞു. മുന്നോട്ട് നടക്കുന്തോറും അവളുടെ കാലുകൾ കുഴഞ്ഞു. വാഹനങ്ങൾ ചീറിപ്പായുന്നതൊന്നും അറിയാതെ അവൾ റോഡിലൂടെ നടന്നു. പലതരം ചിന്തകളാൽ മുറുകിയ മനസ്സുമായി അവൾ നടന്നു. നടത്തത്തിനിടയിൽ മനസ്സുകൊണ്ട് അവൾ ഒരു തീരുമാനമെടുത്തിരുന്നു. ഒരുപാട് ആലോചിച്ച ശേഷം അവൾ ആ തീരുമാനത്തിൽ ഉറച്ചു നിന്നു. പിന്നെ അവളുടെ കാലുകൾക്ക് വേഗം കൂടി. ഒരു ബ്രിഡ്ജിലേക്ക് അടുത്തതും അവളുടെ കാലുകളുടെ വേഗത കുറഞ്ഞു വന്നു.
അവൾ ആ ബ്രിഡ്ജിന്റെ കൈവരയിൽ പിടിച്ചുകൊണ്ട് താഴേക്ക് നോക്കി. കണ്ണെത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന സാഗരത്തിലേക്ക് അവൾ നിർവികാരമായി നോക്കി. മരണം, എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം. ഇപ്പോൾ അത് മാത്രമാണ് അവൾക്ക് മുന്നിലുള്ളത്. ശത്രുക്കളെ തൂത്തെറിയാനുള്ള അസാമാന്യ പെൺകരുത്തുള്ളവളല്ല അവൾ. പ്രതീക്ഷിക്കാതെ ജീവിതത്തിലുണ്ടായ ദുരന്തങ്ങൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ അവൾക്ക് സാധിക്കുന്നില്ല. ഒടുവിൽ ആ ബ്രിഡ്ജിന് മുകളിൽ നിന്നും എടുത്തു ചാടുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയായിരുന്നു. ഇനി പിണ്ടൊഴുക്കി വിട്ട് വെള്ളത്തിൽ 3 തവണ മുങ്ങി നിവർന്ന് വന്നോളൂ. തിരുമേനി പറഞ്ഞതും ഇരുന്നേർന്നും അയാൾ എഴുന്നേറ്റു. അയാളുടെ ശരീരം ഉറച്ചതായിരുന്നു. കഴുത്തിൽ കിടന്ന സ്വർണ്ണമാല സൂര്യലക്ഷ്മികൾ ഏറ്റ് തിളങ്ങുന്നുണ്ടായിരുന്നു. മഹി ചെല്ല്. പിണ്ടം കൈകളിലേക്ക് എടുത്ത് നിൽക്കുന്നയാളുടെ തോളിൽ കിടന്ന തോർത്ത് കയ്യിലെടുത്തുകൊണ്ട് മീനാക്ഷിയമ്മ പറഞ്ഞു. അതോടെ മഹാദേവൻ അതുമായി കടലിലേക്ക് ഇറങ്ങി. എം ബിൽഡേഴ്സിന്റെ ഉടമ മഹാദേവന്റെ അച്ഛന്റെ ഓർമ്മ ദിവസമാണിന്ന്. അച്ഛൻ മാധവൻ തുടങ്ങി വെച്ച സംരംഭമായിരുന്നു എം ബിൽഡേഴ്സ്. അത് നീ കാണുന്ന നിലയിലെത്തിച്ചത് മഹിയാണ്. ഇന്ന് മാധവൻ മരിച്ചിട്ട് 7 വർഷം തികയുന്നു. അച്ഛന്റെ മരണശേഷം മഹി സഹോദരി പുത്രന്റെ കൂടെ കൂട്ടിയാണ് കമ്പനി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കുടുംബത്തിലുള്ള എല്ലാവരും മഹിയെ നോക്കി അച്ഛന് വേണ്ടി പ്രാർത്ഥനയോടെ നിൽപ്പുണ്ട്. മഹി പിണ്ടം ഒഴുക്കി വിട്ട് 3 തവണ മുങ്ങി നിവർന്നു. കൈകൊണ്ട് മുഖത്തെ വെള്ളം വടിച്ചു മാറ്റി തിരിയാൻ നേരമാണ് എന്തോന്ന് തനിക്ക് നേരെ തിരയിലൂടെ തെറിച്ചു വന്നത്. ശക്തമായൊരു തിരമാല തനിക്ക് നേരെ കുതിച്ചു വരുന്നത് കണ്ട് മഹി ഒന്ന് പകച്ചു. ആ തിരമാലക്കൊപ്പം തെറിച്ചു വന്നത് ഒരു മനുഷ്യനാണെന്ന് മനസ്സിലായത് തന്റെ നെഞ്ചിലേക്ക് ആ ശരീരം വന്നടിച്ച് വീണപ്പോഴാണ്. പെട്ടെന്ന് മഹി ആ ആഘാതത്തിൽ വീണുപോയെങ്കിലും തന്റെ നെഞ്ചിൽ വന്ന് വീണയാളെ പൊതിഞ്ഞു പിടിച്ചിരുന്നു. അതൊരു പെൺകുട്ടിയാണെന്ന് മനസ്സിലായതും മഹി അവളുമായി നേരെ നിന്നുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി. മറ്റാരുമല്ല, അത് മീര തന്നെയായിരുന്നു. ഈശ്വരൻ തീരുമാനം പോലെ അതുവരെ ഇളകി വന്ന തിരമാലകൾ ശാന്തമായത് പെട്ടെന്നായിരുന്നു. അവൾക്ക് ബോധമുണ്ടായിരുന്നില്ല. കരയിൽ നിന്ന് കുറച്ചകലെ ആയതിനാൽ തീരത്ത് നിൽക്കുന്നവർക്ക് എന്താണെന്ന് ശരിക്കും കാണാൻ കഴിയുന്നില്ലായിരുന്നു. ഏയ്! പകച്ചു പോയ മഹി അവളുടെ കവളിൽ തട്ടി വിളിച്ചുകൊണ്ടിരുന്നെങ്കിലും പ്രതികരണം ഉണ്ടായിരുന്നില്ല.